ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണിത്. ഇത് 1 ഏക്കർ 34 സെന്റ് സ്ഥലമാണ്. ആ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നിലയായിട്ട് തോന്നും, പക്ഷെ ഒരു നിലയും കൂടി താഴ്ത്തിട്ടുണ്ട്. 4 ബെഡ്റൂമുള്ള നല്ല അടിപൊളി വീടാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങിയും ഇതിൻ്റെ മരങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം ഞാൻ നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം വരുമാനമുള്ള സ്ഥലമാണ്. അതെന്ന് വെച്ചാൽ നമ്മൊരു വീട്, സാധാരണ ഒരു വീട് വാങ്ങിക്കണ വിലയുള്ളൂ. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരുമാനവും കിട്ടി. ഇപ്പം ഇതൊരു ലോണിട്ട് വാങ്ങിച്ചാൽ പോലും ആ ലോണൊക്കെ അടഞ്ഞുകൊണ്ട് ഈ പറമ്പിലൊക്കെ കുറച്ച് അധ്വാനിക്കുകയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം ഇതിൻ്റെ താഴത്തോട്ട് റോഡുണ്ട്, ആ റോഡിൻ്റെ അപ്പുറത്തോട്ടും സ്ഥലം കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അതൊക്കെ നമ്മൾ ഇത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിത്തിരി പണിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഇൻകം അതും കിട്ടും. പണിക്കാരെയൊക്കെ വെച്ച് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ മുതലൊന്നും ആവില്ല. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ പറമ്പിലോട്ട് ഇറങ്ങുകയാണ്. ഉണ്ട് നേരെ വലിയ തട്ടൊന്നുമില്ല. ഉണ്ട് ഇതാണ് താഴത്തെ നിലയെന്ന് പറഞ്ഞാൽ. ഉണ്ട് ഇത് താഴത്തെ നിലയാണ് ഈ കാണുന്നത്. ഉണ്ട് ഇതിൻ്റെ അന്ന് പുറത്തോട്ട് നിന്ന് നമുക്കൊന്ന് കയറാൻ വേണ്ടി ഒരു ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റബ്ബറുണ്ട്, ഒരു 10-80 മൂട് റബ്ബറുണ്ട്. ഇത് തന്നെ സ്വന്തമായിട്ട് വെട്ടാൻ പറ്റിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. പണിക്കാരെയൊക്കെ എടുത്ത് വെട്ടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് റബ്ബർ വെട്ടിക്കുകയാണെങ്കിൽ വേറെ വലിയ മെച്ചമൊന്നും കിട്ടൂല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ ഷീറ്റ് അടിക്കാനുള്ള മെഷീനൊക്കെ ഇരിക്കണം. ആ ഷെഡ് വേണ്ട, അതിൻ്റെ ഷീറ്റ് അടിക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഇരിക്കണം. അല്ലെങ്കിൽ തന്നെ പാലെടുത്താൽ തന്നെ ഒരു ഡ്രമ്മ് പാലിന് ഇപ്പോൾ 10,000 രൂപ ഓൾറെഡി വിലയുണ്ട്. നമുക്ക് ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര ദിവസം കൊണ്ടൊരു ഡ്രമ്മ് ഇതൊക്കെ കിട്ടും. അപ്പോൾ മാസം നല്ലൊരു പൈസ ആ ഒരു രീതിക്ക് നമുക്ക് വരുമാനം കിട്ടും. വേണ്ട ഇത് താഴത്ത് വേറെ റോഡ് പോകണം. കാരണം ഈ ഒരു പ്രോപ്പർട്ടി 2ആയിട്ട് മുറിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് താഴത്തേക്കൂടെ റോഡുണ്ട്, മോളിൽ കൂടെ റോഡുണ്ട്. അങ്ങനെ ഇപ്പം ഈ നേരെ കാണുന്ന അവിടുത്തെ റബ്ബർ കംപ്ലീറ്റ് അവർ വെട്ടി വിറ്റതാണ്. ഇപ്പോൾ രണ്ടാമത് എന്താ ഇപ്പോൾ കണ്ടു തൊട്ടപ്പുറത്തൊക്കെ കൈതച്ചക്ക ഇട്ടാണ്. അവർ 1.5 ഏക്കർ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ അത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൊടുക്കണമെങ്കിൽ ഒരു 3 ഏക്കറിന് അടുക്കുണ്ടാവും. അവിടെ ഈ ഒരു താഴത്തോട്ടി കാണുന്ന ഇതിൻ്റെ സൈഡിൽ കാണുന്ന മരങ്ങൾ കംപ്ലീറ്റ് ആഞ്ഞിലിയും കാര്യങ്ങളാണ് നിൽക്കണത്. ഇതെല്ലാം ഈ പ്രോപ്പർട്ടിയിലുള്ളത്. ഈ കാണുന്നതെല്ലാം റബ്ബറും, പ്ലാവ്, ആഞ്ഞിലി, അതേകൂടെ തെങ്ങുണ്ട്, പ്ലാവ് ഉണ്ട്, കായ്ക്കണം, നല്ല വരിക്കച്ചക്കനാണ്, പ്ലാവ് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ സെറ്റപ്പുകളും. അങ്ങനെ എല്ലാം ഉണ്ട്. ഇതൊക്കെ നിൽക്കാൻ വലിയ പ്ലാവുകളാണ്. പ്ലാവ്, ആഞ്ഞിലി, അത്യാവശ്യമുള്ള തടികളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ 2 നിലയും കാണാൻ പറ്റും. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ 1 നിലയായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ വീട് 2 നിലയാണ്. അത്യാവശ്യം എല്ലാ ഐറ്റംസും കൃഷി ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. വെള്ളത്തിന് പഞ്ഞൂല, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ തൊട്ടുപുറത്താണ് മൊത്തം കൈതിട്ടായിരുന്നു. കാരണം കൈതി ഇപ്പോൾ ഭയങ്കര വരുമാനമുള്ള. ഇതാണ് ഷീറ്റ് അടിക്കുന്ന മെഷീനും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഷീറ്റ് അടിച്ച് കൊടുക്കണമെങ്കിൽ ഷീറ്റ് അടിച്ച് കൊടുക്കുക, അല്ലാണ്ട് റബ്ബർ പാലായിട്ട് കൊടുക്കണമെങ്കിൽ പാലായിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു അടിപൊളി വീട്. അതും നമ്മളൊരു സാധാരണ ഒരു വീട് വാങ്ങിക്കുമ്പോൾ വില കൊടുക്കണം. കാരണം ഈ ഒരു സ്ഥലത്തിന് ഇവർ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,35,00,000 രൂപയാണ്. കാരണം 1,135,000 സ്ഥലമാണ്. ഒരു സെന്റിന് 1 ലക്ഷം രൂപ ചോദിക്കണം. വീടിന് ഒരു വിലയെ ചോദിക്കണില്ല. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് കിടക്കണം. പിന്നെ ആ ഒരു വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് വില ബാർഗെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെറ്റപ്പുള്ളൊരു വീടാണ്. നിങ്ങൾക്ക് ഭാഗത്തോട്ട് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. കാരണം വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന വീടുകളുണ്ട്. മൊത്തം ടൈലൊക്കെ ഇട്ട് നല്ല പക്കയൊക്കെ യൂസ് ചെയ്തേക്കാണ്. ഇതിൻ്റെ കട്ടളയുടെയൊക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ടളയും 2 പാളി ഡോറും. അത് നല്ല സൈലന്റ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല കുന്നന്താനമാണ്. കുന്നന്താനത്താണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 1 ഏക്കർ 34 സെന്റ് സ്ഥലം. അവർ ചോദിക്കുന്നത് 1,35,00,000 രൂപ അത്ര ചോദിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാള്, താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയുള്ള നല്ലൊരു വീട്. കാരണം നമ്മൾ അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെയുള്ള വീട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനം അതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമുക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാം ഹൗസാ എന്തെങ്കിലുമൊക്കെ നമുക്ക് തുടങ്ങാൻ പറ്റും. കാരണം നമുക്ക് അതിന് സ്ഥലം വേണം. ഇപ്പം നമ്മളിപ്പോൾ
വേറെ എവിടെന്നെങ്കിലും വീട് വാങ്ങിക്കണമെങ്കിൽ തന്നെ സാധാരണ ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കാൻ തന്നെ 19 ലക്ഷം രൂപ ചിലവാണ്. കുറച്ച് പൈസ അതായത് വെച്ചാണെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലവും വീടൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. പുതിയ വീടാണെങ്കിൽ അതും ഉണ്ടാവൂല, സ്ഥലം കുറവായിരിക്കുള്ളൂ. അതും വല്ല ടൗണിലൊക്കെ ആണെങ്കിൽ ഒട്ടുമേ ഉണ്ടാവില്ല. ഇവിടെയൊക്കെ പറഞ്ഞാൽ ശുദ്ധവായുവെങ്കിലും കിട്ടും. അങ്ങനെ കിച്ചണൊക്കെ കണ്ട എല്ലാവരും തടി കൊണ്ടുള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം പഴയ വർക്കാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാം പക്കാ നീറ്റും കാണാം. ഇതിൻ്റെയൊക്കെ മെയിൻ സേഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചേക്കണം. നല്ല സെറ്റപ്പ് ഒരു വീട്. ഇവിടേക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ സൈലന്റ് ഏരിയയും നല്ല ശുദ്ധവായുവും കിട്ടും എന്നുള്ളത്. അല്ല കബോർഡ് കാര്യങ്ങളെല്ലാം അത് എല്ലാത്തിനും നമുക്കൊരു സാധാരണ ഫാമിലിക്ക് പറ്റിയ എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇത് നേരെ കാണുന്ന ഒരു കോമൺ ബാത്റൂമാണ്. ലൈറ്റ് ഇട്ടിട്ടാ ഹാള് നേരെ കാണുന്ന വലിയ നല്ല വലിപ്പമുള്ളൊരു കോമൺ ബാത്റൂം. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂം, അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം വേണ്ട. കാരണം വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ അനങ്ങൂല. അതേ കൂട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാണ്. എല്ലാവരും ഒരു കംപ്ലൈന്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം അതേ കൂട്ട് കാരണം സ്വന്തം ആവശ്യത്തിന് വെച്ച് വേണ്ടി പണിത വീടുകളാണ്. അപ്പോൾ നമ്മള് സ്വന്തം ആവശ്യത്തിന് പണിയുമ്പോൾ എങ്ങനെയായിരിക്കും പണിയുന്ന? നല്ല പണിക്കാരെയും നല്ല മെറ്റീരിയലൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ രീതിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇത് രണ്ടാമത്തെ ബെഡ്റൂം വേണ്ട. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയുള്ള ബെഡ്റൂംസ് ആണുള്ളത്. നമ്മളിത് ഇതേ കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയല്ല നാളെ ഇതിൽ നമുക്ക് നഷ്ടം വരില്ല. കാരണം ഇത്രയും സ്ഥലങ്ങളാണുള്ളത്. ഈ ഒരു പൈസ മുടക്കി എന്ന് പറഞ്ഞാലും നാളെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന പറഞ്ഞാലും നമുക്ക് ഈ ഒരു വില കിട്ടും. നമുക്ക് നഷ്ടം വരില്ല. കാരണം ഒരു നില താഴത്തോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ മുകളിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഒരു നിലയുള്ളതെന്ന് തോന്നും. പക്ഷെ 2 നിലയാണ് വീട്. കാരണം അത് 2 തട്ടായിട്ട് നിൽക്കണാറേ. കാരണം ഈ ഒരു ഏരിയക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് വെച്ചേക്കണം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ. അപ്പോൾ കറണ്ട് പോയ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളുണ്ട്. ഇത് ഉണ്ട് താഴത്തെ നില ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതിന് നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഉണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും നല്ല വലിപ്പമാണ്. ഇത്രയും അതായത് ഞാൻ പറഞ്ഞ ഒരു സാധാരണ ഫാമിലിക്ക് വന്ന് തങ്ങാനും എല്ലാം ചെയ്യാനുള്ള നല്ലൊരു ഇത്. കാരണം റബ്ബറൊക്കെ വെട്ടാന്നറിയാവുന്നവരാണെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം 80 കൂടി റബ്ബറേ ഉള്ളൂ. അത്രയും വെട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിച്ചു പോവാം. അത്രയും പൈസ അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. നമ്മൾ ഒരു പണിക്കാരനെ കിട്ടി നിർത്തി വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലാഭം ഉണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അത് വരാൻ ചാൻസ് കുറവാണ്. കണ്ട ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ കറണ്ടൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇവിടെ. കാരണം ഈ റബ്ബർ തോട്ടമുള്ള സ്ഥലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാരണം ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇത് നല്ല വലിയൊരു ബെഡ്റൂമാണ്. ഇതാണ് ഇതിൻ്റെ താഴത്തെ നിലയോട് പുറത്തുനിന്ന് കയറി വരാൻ പറ്റുമെന്ന് പറഞ്ഞത്. അല്ല ഇവിടെ നിന്ന് നമുക്ക് ഞാൻ നേരെ ഡോറ് കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.